ഈ മുടിയുള്ള പുള്ളിയില്ലേ, മമതാ ബാനർജിയുടെ ഒരു കൈയൊക്കെ ഭയങ്കര മോശം ഡ്രൈവിംഗ്. ഓ നൈസ് വ്യൂ ബ്രോ. കൊൽക്കത്തയിലെ ഹൂഗ്ലി എന്നെഴുതിയുടെ ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ പുരിയിൽ നിന്ന് നമ്മളിന്ന് രാവിലെ 8 മണിയാവണേ ഉള്ളൂ. നമ്മള് രാവിലെ ഒരു ചായ കുടിച്ച് നേരെ ഇറങ്ങുവാണ് കൊൽക്കത്തയ്ക്ക് പോകാൻ വേണ്ടി. ഒരു 500 കിലോമീറ്റർ അടുത്തുണ്ട്. വൈകുന്നേരം ഒരു 6 മണിക്ക് ആവുന്നതാണ് ഏകദേശം എത്തുമ്പോ. ഗൈസ് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഏതാ സ്ഥലം ഏതാ? ഒഡീഷയിലെ എവിടെയോ ഒരു സ്ഥലത്ത്. ഞങ്ങള് വണ്ടി ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ വണ്ടി വാഷ് ചെയ്യണ നോക്കി ഒരു കാർ വാഷി തന്നു. കാർ വാഷി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കഴുകി തരാൻ പറ്റില്ല. വേറൊരു കാർ വാഷ് ഉണ്ട് അവർക്ക്. അവിടെ കഴുകുമെന്നും പറഞ്ഞ് ഒരുത്തനെ കയറ്റി വിട്ടു. ഇയാളിനെ കയറ്റിയിട്ട് പുള്ളി മൂക്കിലിരുന്ന് വർത്താനം. പുള്ളി പറയണ ഹിന്ദി നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. പുള്ളി പറഞ്ഞ മോളാണ് നമുക്ക് ക്ലിയർ ആവില്ല. ലാസ്റ്റ് പുള്ളീനെ കയറ്റി ഇരുത്തിണ്ട്. ഇപ്പൊ ഒരു 4-5 കിലോമീറ്റർ ആയതുകൊണ്ട് തൊട്ടടുത്താന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പുള്ളി വെസ്റ്റ് ബംഗാൾ വരെ കൊണ്ടുപോകുന്നതാണ്. കൊണ്ടുപോയി ഇവിടെ എവിടെയാണ് പുള്ളിക്കാരന്റെ കാർ വാഷ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ കയറിയിട്ട് കഴുകാം. എവിടെയാ वापस आप बस में आओ तो हम क्योंकि इतना दूर है ना, हम कैसे वापस लेके आ सकते हैं हमको. തിരിച്ച് ബസ്സിൽ പക്കള പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ 5 കിലോമീറ്റർ ബാക്കോട്ട് അത് നോക്കാം കഴുകാൻ പറ്റൂല്ലോ അത്. നമ്മുടെ വണ്ടി അങ്ങനെ കഴുകി മുടുക്കനായിരിക്കുകയാണ്. ഇനി നമ്മൾ മുടുക്കനായ വണ്ടീനെ കൊണ്ടായിരിക്കും ബാക്കി യാത്ര. വീണ്ടും ഇങ്ങനെ തന്നെ ആവല്ലേ, അത് വേറെ രസം. പൊറോട്ട ചപ്പാത്തി പൊറോട്ടയിലെ പക്ഷെ പറഞ്ഞത് നമ്മുടെ പറാത്ത എന്നല്ല പറയണേ, പറാത്ത റൊട്ടി. പൊറോട്ട എന്നാണ് നമ്മൾ പറഞ്ഞത്, കിട്ടിയത് റൊട്ടി. അപ്പം അന്ത സാധനം കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങിയേക്കാണ്. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാ? 253 കിലോമീറ്റർ ഉള്ളൂ. വൈകിട്ട് 7:30 ആവും പറയണേ. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇറങ്ങി താമസിച്ചില്ലേ, അപ്പോഴത്തേക്കാണ് എത്തുള്ളൂ. 7:30-8 മണി കുട്ടിക്കൊപ്പ എന്തായാലും രാത്രി എത്തുമ്പോ. സോ നമ്മൾ വന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് കയറിയിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളില് വെസ്റ്റ് ബംഗാൾ വന്നപ്പോ തന്നെ കുറേ എന്താ പറയണേ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെൽപ്പാടങ്ങൾ കണ്ടപ്പോ അതിന്റെ സൈഡിൽ കൂടെ കുറെ, അത് കഴിഞ്ഞപ്പോ തന്നെ സൈഡിൽ കുറെ മറ്റേ അരിയില്ല അല്ലെ നെല്ലിങ്ങനെ ഉണക്കാനിട്ടേക്കണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞത്. ഈ കിടക്കണ കേട്ടോ, ഇതിപ്പോ ഇവിടെ കുറവാണ്, ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഫോൺ എടുത്തപ്പോ എല്ലാം പോയി. ഇവിടെ അത് നെല്ലല്ല, മണല. ഇതൊക്കെ അങ്ങനെ ഉണക്കായിട്ടേക്കണാണ്, നെല്ല് ഉണക്കായിട്ടേക്കണാണ് ഗൈസ്. ഇതെവിടെ കുറച്ച് കിടക്കണ്ടല്ലോ, അങ്ങനെ കുറെ സ്ഥലത്തുണ്ട്. ഇപ്പൊ കുറഞ്ഞു പോയി, ആദ്യം ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇതൊക്കെ നെല്ല് ഉണക്കായിട്ടേക്കണാണ്. ഈ കാണുന്നതൊക്കെ അതുപോലെ നെല്ല് ചാക്കിലാക്കി വെച്ചേക്കണാണ്. ഈ കാണുന്ന അപ്പടി ആ ബാക്കിൽ കാണുന്നതൊക്കെ റൈസ് മില്ലും കാണാന്നാണ് കണ്ടിട്ട്. ഇതിവിടെയൊക്കെ ഈ പറഞ്ഞിട്ട് നെൽപ്പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നെൽപ്പാടങ്ങളുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് നെൽപ്പാടങ്ങളുണ്ട് ഇവിടെ. നെൽപ്പാടങ്ങൾ വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഒരു മെജോറിറ്റി ഒരു ഇത് കയറി പോണത്, മെജോറിറ്റി റൈസ് കയറി പോണത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് മെയിനായിട്ട്. അത് എത്ര ശതമാനമായിരുന്നു ഞാനത് വിട്ടത്? 14 സംതിങ് അങ്ങനെയുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് കയറി പോണത്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് എങ്ങാണ്ട് UP എങ്ങാണ്ടാണ്. ആന്ധ്രാപ്രദേശ് ഒന്നും ഇല്ല ആ ഒരു ഇതിൽ പോലും ഇല്ല, ഫസ്റ്റ് ലിസ്റ്റിൽ പോലും ഇല്ല ഈ സാധനം. ഇനി മന്തി റൈസ് ഉണ്ടോ എന്ന് ഇവിടെ ഒന്ന് തപ്പി നോക്കണം. മന്തി റൈസ് ഇവിടെ കാണുമായിരിക്കും മിക്കവാറും. അതൊന്ന് തപ്പി പോകാം. മന്തി റൈസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളൊക്കെ മന്തിയുടെ ആൾക്കാരല്ലേ. ഇവിടെ ഇന്ത്യയിലെ, അതായത് ഇന്ത്യയിൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഇല്ല, അതിനകത്ത് ടോട്ടൽ പ്രൊഡക്ഷന്റെ അരി വ്ളോഗായി മാറുന്നതാണ്. ഇന്ത്യയിലെ ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലേ അരിയുടെ, അതിന്റെ 14.37% വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അത്രയ്ക്ക് എന്താ പറയണേ, അരിയുടെ സമ്പത്തുള്ള സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ മില്ലുകളും കാര്യങ്ങളൊക്കെയാണ്. അരിയുടെ ബാക്കി പരിപാടികളൊക്കെ കൊയ്തതിന് ശേഷമുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന മില്ലുകളൊക്കെയാണ് ആ സൈഡിൽ കാണുന്നത്.
സോ ഗൈസ് നമ്മളിപ്പോ നിലവിൽ കൊൽക്കത്ത എത്തിയിരിക്കുകയാണ്. കൊൽക്കത്ത എത്തിയെന്ന് വെച്ചാൽ ഒരു 19 കിലോമീറ്റർ മുമ്പിലാണ് കൊൽക്കത്ത നമ്മളിപ്പോ നിക്കണേ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലോക്കാ. എവിടെയെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടാവും, അതിന്റെ പുറകിൽ പോയി നമ്മള് ചാടുകയും ചെയ്യും. സിഗ്നൽ മാറുമ്പോ തന്നെ ബാക്കിൽ നിന്ന് ഓണടി കൊടുക്കും. ഓണടി എന്നൊക്കെ പറഞ്ഞു ചുമ്മാ തല പെരുക്കും. ഓണടി കേട്ട് അങ്ങനെ ഓണടിച്ചോണ്ടിരിക്കും ഇവിടെയുള്ള ആളുകൾ. എന്തായാലും ഭയങ്കര മോശം ഡ്രൈവിംഗ് കൾച്ചറാണ് ഇപ്പൊ നിലവിൽ ഇതുവരെ കണ്ടേക്കണേ. നമ്മള് കേരളത്തിൽ നിന്ന് കൊൽക്കത്ത വരെ ഇതുവരെ വന്നിട്ട് കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഡ്രൈവിംഗ് കൾച്ചർ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്നാന്ന് തോന്നുന്നു. പുരിയിൽ ചെറിയ ബാഡായിരുന്നു, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടത്തെ അപേക്ഷിച്ച് പുരി കുറച്ചുകൂടെ ബെറ്ററാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു രക്ഷയില്ല. ചുമ്മാ ഗെയിം കളിക്കണവർ ഇങ്ങനെ വളച്ച് പൊളിച്ച് ഗെയിം കളിക്കണ ഫീൽ ചെയ്യുമാര് വണ്ടി ഓടിക്കണം. അത്ര റഫ് ഡ്രൈവിംഗ് ആണ്. വളരെ മോശമായ ഡ്രൈവിങ്ങിലാണ് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു കേട്ടോ. അത്രയ്ക്ക് സീനില്ല. നമ്മുടെ ബാക്കിൽ നിന്ന് ഓണടിച്ച് നമ്മുടെ തല പൊളിക്കും. സീൻ ബ്ലോക്ക്. അത് ഇപ്പോഴും ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഇപ്പൊ തന്നെ മാറുമ്പോ തന്നെ മാര് ഹോണടി തുടങ്ങും. കേസ് അപ്പൊ നമ്മൾ വന്ന് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയുടെ മുകളിലൂടെ പോകുന്ന മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ ഒക്കെ അടുത്തോടെയാണ് പോണത്. നമ്മുടെ ഔറ ബ്രിഡ്ജ് അല്ല, ഇത് വേറെ ബ്രിഡ്ജാണ്. പക്ഷെ അടിയിൽ കൂടെ പോണത് സെയിം നദിയാണ്. ഫേമസ് ആയിട്ടുള്ള ഹൂഗ്ലി നദി തന്നെയാണ് പോണത്. ഈ സൈഡിൽ ഇങ്ങനെ ഇതിങ്ങനെ റോപ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ബ്രിഡ്ജാണ്. ഇതിങ്ങനെ പോയി പറഞ്ഞ് തീരുന്നു. ഇത് എവിടെ നിന്ന് അടുത്ത റോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പുതിയ വേറെ റോപ്പ് ആ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ മുംബൈയിലൊക്കെ കാണല്ലേ, ആ സെയിം ടൈപ്പ് ബ്രിഡ്ജാണിത്. അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങള് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊൽക്കത്തയ്ക്ക്. നല്ല ബ്ലോക്കാണ്. ഒരുപാട് വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മിറർ നോക്കാനൊക്കെ ഡ്രൈവറിന് പാടാവും. ഡ്രൈവർ എങ്ങനെയുണ്ട് കൊൽക്കത്ത കൂടെ വണ്ടി ഓടിച്ചിട്ട്? കേരള സെയിം ആണ്. അതിലും ബാഡാണോ? വണ്ടി ഓടിക്കാൻ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഒരു മിറർ ഒന്നും നോക്കുന്നില്ല. അവരവരെ സ്ട്രൈറ്റ് ഫോർവേഡ് കാര്യങ്ങൾ മാത്രം നോക്കി അതെ. നമ്മളങ്ങനെ കൊൽക്കത്തയുടെ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ടൗണിൽ തന്നെയാണ് ഇപ്പൊ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ കയറണുള്ളൂ. പക്ഷെ ഇതൊക്കെ കൊൽക്കത്തയിൽ പെട്ട സ്ഥലങ്ങളാണ് ഗൈസ്. ഭയങ്കര റോഡ്. ഇവിടെയും ചെറിയ കുരുകുര ഒരു കട്ടർ ഫീലൊക്കെ അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ സംഭവം സീനാണ്, അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് പറ്റും നമ്മുടെ നമ്മൾ കേട്ട് മടുത്തിറങ്ങണ മറ്റേ മഞ്ഞ ടാക്സി ഇല്ലേ ഇവിടുത്തെ, ആ ഒരു ടിപ്പിക്കൽ ടാക്സി അംബാസഡർ, ആ വണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ കാണേണ്ടത്. കൊൽക്കത്തയുടെ ടീമിന്റെ കുറെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു, കയറിപ്പോയി തോന്നുന്നു. ഗൈസ് ഇതാണ് ഇവിടെ കൊൽക്കത്തയിലെ ആ ഒരു പഴയ ടാക്സി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണ അംബാസഡർ ടാക്സി. അത് ഇവിടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണ പഴയ ബസ്, ആ പുരാതനമായ ബസ്, ആ ബസ്സും വണ്ടികളൊക്കെയാണത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അത് കാണുന്നുണ്ട്. ഇനിയും ഒരുപാട് ആ സാധനങ്ങൾ ഉണ്ടാവുമെന്നാണ് തോന്നണത്. നോക്കാം, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ജസ്റ്റ് ചെറിയൊരു കറങ്ങുകയാണ് ഗൈസ്. എവിടെയോ ഒരു വഴി തെറ്റിയായിരുന്നു. സോ ഞങ്ങള് വേറെ ഒരു യൂട്ടേൺ ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി മറിഞ്ഞ് നടക്കുവാണ്. ഇത് നമ്മുടെ മമതാ ബാനർജിയുടെ ഒരു കൈയൊക്കെ പൊക്കിക്കണ ഒരു ഫ്ലെക്സ് ആണ് ഇത് കാണുന്നത്. ഇവിടെ നാളെ ഇലക്ഷനാണ്. മമതാ ബാനർജിയുടെ ഒരു ഫ്ലെക്സ് ആണ് ഗൈസ്. ഇത് 100 കിലോമീറ്റർ പേരായി. അല്ല മീറ്റർ സോറി. क्या क्या पार्किंग भी करोगे ना? हाँ करना चाहिए. गाड़ी कार है. ഓക്കെ ഓക്കെ. സോ ഗൈസ് നമ്മള് റൂം പറഞ്ഞ പ്രീ ബുക്ക്. ഓ നൈസ് വ്യൂ ബ്രോ, നൈസ്. ഗോവയിൽ ഒക്കെ പോണ ടൈപ്പ് അല്ലേ. സോ നമ്മള് റൂം വന്നവഴിക്ക് ബുക്ക് ചെയ്തായിരുന്നു. വന്നവഴിക്ക് ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് ഒരാൾ വിളിച്ച് റൂം ബുക്ക് ചെയ്തായിരുന്നു. ചെറുപ്പക്കാരൻ പയ്യനാണ്. പയ്യൻ നമ്മളൊക്കെ ഏജഡായിട്ടുള്ള ഒരു 10-30 വയസ്സ് മേളിലുള്ള ഒരു പയ്യനാന്ന് കണ്ടിട്ട് നൈസാന്ന് തോന്നുന്നു ആള് സംസാരം കേട്ടിട്ട്. സോ ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം. സോ കൊൽക്കത്തയിലെത്തി. ഞങ്ങളിപ്പോൾ ഇതേ റൂമിൻ്റെ ഒരു 100 മീറ്റർ അടുത്ത് മുമ്പ് എത്തിയേക്കുവാണ്. ആളെ ഞങ്ങൾ ഫോണിൽ വിളിച്ചു. സോ പുള്ളി താഴെ ഇറങ്ങി വരാം, സെറ്റാക്കി നിർത്താന്നൊക്കെ പറഞ്ഞു. സോ ലെറ്റ്സ് സീ നമ്മുടെ റൂം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഈ മുടിയുള്ള പുള്ളിയില്ലേ, ആളാണ് നമ്മൾ വിളിച്ചത്. സോ എവിടെയാണ് പാർക്ക് ചെയ്യാൻ നമുക്ക് സ്പേസ് ഒപ്പിക്കാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ എത്തിയിട്ട് ഞങ്ങള് ഇവിടെ ഈ ഡിസൈർ എടുക്കണല്ലോ, ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാന്ന് ഓർത്തിരുന്നായിരുന്നു. അപ്പൊ
പുള്ളി വന്നിട്ട് അവിടെ ഇരുന്ന് അവിടെ വേറെ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. എടാ അങ്ങോട്ട് കയറ്റിട്ട് ആ കടയില്ലേ, ആ കട ആ സൈക്കിളിൻ്റെ ബാക്കിൽ അപ്പോൾ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടോളം പറഞ്ഞിട്ട് ഇതിനകത്ത് ഏതാണ്ടാണ് റൂം. ജസ്റ്റ് നോക്കാം നമുക്ക്. ആ ബ്ലൂ ടീഷർട്ട് ഇട്ടില്ല പുള്ളിയാണ്. ഇതാണ് നമ്മുടെ ആള്. आपका नाम बताओ और आप क्या करते बताओ. I am Suramo Pushon. I am an artist. I do theater, music. I also travel the world. I visited 30 countries. Really? Yeah. Oh, അപ്പോൾ നമ്മളൊന്നുമില്ല. So आपका आगे में हम कुछ नहीं है ना. But I have not done such a crazy road trip. But yeah, this is our place. We just love hosting. We love art. And good food. That's it. ആള് ചെറിയ ആളൊന്നുമല്ല കേട്ടോ. നമ്മള് റൂം എടുത്തേക്കണ ആളുടെ അടുത്താണ്. ഇത് ഭയങ്കര ഒരു എസ്തെറ്റിക് സാധനം കണ്ടിട്ട്. അടിപൊളി സ്ഥലം കണ്ടിട്ട്. I'll also show you our cute dog. She doesn't bite. ഓക്കെ ഫൈൻ. ഇത് ആളുടെ ഡോഗാണ്. Ginger. ജിഞ്ചർ. ഇത് ആളുടെ ഡോഗാണ്. Ginger. അടിപൊളി അല്ലേ. നൈസ് നൈസ്. ജിഞ്ചർ. Yes. ഓക്കെ ഫൈൻ. What about the family? My dad is staying downstairs. He's a professor, journalist. Oh, He always stays with books. My mom is with my sister in France now. Yeah, but she'll come back very soon. Oh, well. My sister got married. She's married a Frenchman. Frenchman, really? They are Oh, well. Yeah, she stays there now. Many years. ഇതാണ് അടിപൊളി. ആള് സെറ്റ് കമ്പനി. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി എടുത്തതാണ് റൂം. മിക്കവാറും 2 ദിവസത്തേക്ക് റൂം എടുക്കുന്നതാണ്. ആള് ഭയങ്കര സെറ്റ് കമ്പനി. ഇതാണ് റൂം. നൈസ്. വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ടാട്ടോ പുള്ളി തന്നേക്കണേ. നല്ല റൂമാണ്. ഇതിവിടെ ഒരു റൂമുണ്ട്. നമുക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് എടുക്കാം. അടിപൊളി. ഇവന് ഇതിന്റെ റേറ്റ് അറിയാണ്ട് അതാണ് നമുക്ക്. പാവട എടാ. ഇത്ര വലിയ ടി വി ഞാനിട ലാഗം മൈജിയിലും റിലയൻസിലായിട്ടുള്ള. നൈസ്. ആള് വൈബ് ആളല്ലേ. ആളെങ്ങനെ എടുത്തേക്കൂ സെറ്റപ്പും പൊളി. എല്ലാം ചാർലി 3500 റൂമിന് ഓൾറെഡി ഇട്ടേക്കുന്നത്. ഇത്രയായിട്ട് പുള്ളി കാണാം. പിന്നെ അതുപോലെ ഇലക്ഷൻ തലേ ദിവസമാണ്. പിറ്റേ ദിവസം ഇലക്ഷൻ. പുള്ളി ഇപ്പോൾ പറഞ്ഞു ഇലക്ഷൻ ആയതുകൊണ്ട് റഷൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി നൈസായിട്ട് ഡിസ്കൗണ്ട് ഇട്ടത് ആരും വരുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആരും കോൾ ചെയ്തത് പുള്ളി നൈസായിട്ട് അത് 3000 ആക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകണോ? എന്നാ പരിപാടി? ഇവൻ എന്താണ്ട് കാട്ടണ്ട ഇതിനകത്ത്. സോ നമ്മള് വിചാരിക്കാത്ത മാതിരി ഭയങ്കര സെറ്റപ്പ് റൂമും അതിനകത്ത് ആളെയൊക്കെ നമുക്ക് കിട്ടിയേക്കാണ്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. അടിപൊളി. നൈസ് മനുഷ്യനും നൈസ് മൈൻഡും. സോ എന്തായാലും ഇവിടെ അടിപൊളിയായിരിക്കും. ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല. റൂമിന്റെ കാര്യത്തിലും ആളുടെ കാര്യത്തിലും ബാക്കി എല്ലാം അടിപൊളിയായിരിക്കും നമുക്ക് ഉറപ്പായി. സോ 2 ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. ഇപ്പൊ നിലവിൽ നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. ആള് തന്നെ ഒരു സ്ഥലം ഒരു എന്തോ കത്തിറോളം കിട്ടുന്ന സ്ഥലം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അവിടെ പോയി ഫുഡ് അടിച്ചിട്ട് വന്നിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യാന്ന് ഓർത്തിരിക്കും. ഇന്ന് ഫുള്ള് ഡ്രൈവറായിരുന്നു. 560 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പൊ അവിടെ പോയി ഫുഡ് അടിച്ചിട്ട് റൂമിലൊന്ന് റെസ്റ്റ് ചെയ്യാന്നാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും വൈകിട്ട് വേണമെങ്കിൽ പുറത്ത് പോകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ പണ്ട് ട്രാം പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ട്രാം ഉണ്ടോന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് നമ്മൾ അന്വേഷിക്കാം. ആ പൊക്കോണ്ടിരുന്ന റെയിലില്ലേ, റോഡിൽ കൂടെ ട്രാം പൊക്കോണ്ടിരുന്ന ആ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ട്രാമിന്റെ റെയിലാണ് ഈ കാണുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള റെയിൽസ് ആണ് അപ്പൊ ഈ പോണത്. റോഡിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ട്രാമിനുള്ള സ്പേസ് ഇട്ടാണ്. ആ ഒരു എന്താ റെയിലും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോണ പാളങ്ങളാണ് റോഡിന്റെ ഉള്ളിൽ കൂടെ തന്നെ. ഐ തിങ്ക് ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ട്രാം ലൈൻസ് ഒക്കെ റോഡിലുള്ളത് കേട്ടോ. അല്ല അത് ടോയ് ട്രെയിനാ, ട്രാമല്ല. നമ്മള് ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കണമല്ലോ. അതാണ് ഞാൻ ഒച്ച ഉണ്ടാക്കാത്തത്. എല്ലാവരും സൈലന്റ്. അപ്പൊ നമ്മൾ ഒച്ച ഉണ്ടാക്കി മോശമില്ല. ഇതിന്റെ പറഞ്ഞ അമീനിയാന്ന് അമീനിയാന്നല്ലോ ഇവിടെ അമീനിയാന്നും പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണം. ഇവിടെ കത്തിറോള് നോക്കി വന്നത്. പക്ഷെ കത്തിറോള് താഴെ പാഴ്സലായിട്ട് നടക്കണം. അത് നമ്മൾ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകും. സോ ഇപ്പോൾ ഇവിടെ കൊൽക്കത്തയിൽ വന്നിട്ട് കൊൽക്കത്തയുടെ ആ ഒരു ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മട്ടനും ചിക്കനാണ് ഇപ്പോൾ പറഞ്ഞത് നല്ലത്. സോ അത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. കിഴങ്ങൊക്കെ ഇട്ടാട്ടോ ബിരിയാണി തന്നെ. പിന്നെ കുറച്ച് പറാത്തയോ അതുപോലെ പൊറോട്ടയും റൊട്ടിയോ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ചിക്കൻ എന്ത് ചിക്കൻ സോ ഞങ്ങൾ കഴിച്ചിട്ട് പറയാനുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതായിരുന്നു കട അമിനിയ. സോ അത് ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് ഇവരുടെ ബിരിയാണി തന്നെ, സ്പെഷ്യൽ ബിരിയാണി തന്നെ കഴിക്കാൻ പറ്റി. നൈസാട്ടോ, കുഴപ്പമില്ല. വേറൊരു ടൈപ്പ് ബിരിയാണി നമ്മൾ നമ്മുടെ അവിടെ നിന്ന് കഴിച്ച് ആ ഒരു ശീലിച്ച സാധനമില്ല, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഒരു ബിരിയാണി. ഭയങ്കര ഓവർ മസാലയൊന്നുമല്ല, ഒരു ആവറേജ് സാധനം. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊൽക്കത്തയിൽ ഫസ്റ്റ് നൈറ്റാണിത്. അപ്പോൾ രാവിലെ എണീച്ച് കൊൽക്കത്തയിലെ ബാക്കി കാഴ്ചകളാണ്. ഒരുപാട് കാഴ്ചകൾ കൊൽക്കത്തയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നാളെ ഇലക്ഷനാണ്. അപ്പോൾ എന്തൊരു കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതൊക്കെ ഇങ്ങനെ അൺനോൺ ആയിട്ട് നിൽക്കും. എന്തൊക്കെ കാഴ്ചകൾ കാണും, കാണാതിരിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.